ആംഗിൾ ഇൻ എ സെമി സർക്കിൾ ഈസ് റൈറ്റ് ആംഗിൾ ഓർ 90 ഡിഗ്രി. അതായത് സെമി സർക്കിളിലെ ആംഗിൾ എപ്പോഴും 90 ഡിഗ്രി അല്ലെങ്കിൽ റൈറ്റ് ആംഗിൾ ആയിരിക്കും. അങ്ങനെയാണോ എന്ന് നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം. അതിനായിട്ട് ഞാൻ O സെൻറ്ററായിട്ടുള്ളൊരു സർക്കിൾ വരച്ചിട്ടുണ്ട്. ഈ സർക്കിളിന് ഞാൻ സെൻറ്ററിലൂടെ ഒരു ഡയമീറ്റർ വരയ്ക്കുവാണ്. ഞാനിപ്പോൾ ഇവിടെ ഒരു ഡയമീറ്റർ വരച്ചു. ഡയമീറ്ററിന് AB എന്ന് നെയിം ചെയ്തു. അപ്പോൾ നമുക്കറിയാം എപ്പോഴും ഒരു ഡയമീറ്റർ സർക്കിളിനെ 2 സെമി സർക്കിളുകളായിട്ട് ഡിവൈഡ് ചെയ്യും. അപ്പോൾ നമുക്ക് ടോപ്പ് സൈഡിലൊരു സെമി സർക്കിളുണ്ട്, ബോട്ടം സൈഡിലൊരു സെമി സർക്കിളുണ്ട്. ഇനി നമുക്ക് നോക്കാം, നമ്മളുടെ പോയിന്റ് ഇത് ആംഗിൾ ഇൻ എ സെമി സർക്കിൾ ഈസ് റൈറ്റ് ആംഗിൾ. ഓക്കെ, അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ ഒരു പോയിന്റ് മാർക്ക് ചെയ്യുന്നു. ഇവിടെ ഒരു പോയിന്റ് മാർക്ക് ചെയ്യുന്നു. ഓക്കെ, അതിന് P എന്ന് പറഞ്ഞ് നെയിം ചെയ്യുന്നു. അപ്പോൾ ഇത് ഓൺ ദ സർക്കിളിൽ ഒരു പോയിൻ്റാണ്. ഞാൻ അതിനെ ഈ ഡയമീറ്റർ AB ആയിട്ട് ജോയിൻ ചെയ്യുന്നു. A ആയിട്ട് ജോയിൻ ചെയ്തു. ബിയുമായി ജോയിൻ ചെയ്തു. ഇനി ഇവിടെ വരുന്ന ഈ ഒരു ആംഗിൾ എത്രയാണെന്ന് മെഷർ ചെയ്ത് നോക്കാം. അതിനായിട്ട് പ്രൊട്ടാക്ടർ എടുത്തു. പ്രൊട്ടാക്ടർ P എന്ന് പറയുന്ന പോയിന്റിൽ ഫിക്സ് ചെയ്യുവാണ്. ഈ P എന്ന് പറയുന്ന പോയിന്റിൽ ഫിക്സ് ചെയ്തു. അതിനുശേഷം ബേസ് ആയിട്ടുള്ള സൈഡ് 0 ലൈനിൽ വെച്ചു. ഈ ആംഗിൾ മെഷർ ചെയ്ത് നോക്കുവാണ്. ഈ PB എന്ന് പറയുന്ന ലൈൻ കറക്റ്റ് 90 ഡിഗ്രിയിലാണ്. അതായത് ഈ ആംഗിൾ P എന്ന് പറയുന്നത് എത്ര ഡിഗ്രിയാണ്? നിങ്ങൾക്ക് തന്നെ വളരെ ക്ലിയർ ആണ്, 90 ഡിഗ്രി ആയിരിക്കും. ഓക്കെ, ആംഗിൾ APB ഈക്വൽ ടു 90 ഡിഗ്രി. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി? ആംഗിൾ ഇൻ എ സെമി സർക്കിൾ ഈസ് റൈറ്റ് ആംഗിൾ എന്ന് കിട്ടിക്കഴിഞ്ഞു. ഇനി നമുക്ക് മറ്റൊരു പോയിന്റ് ചെക്ക് ചെയ്ത് നോക്കിയാലോ. അപ്പോൾ ഇവിടെ മറ്റൊരു പോയിന്റ് Q എന്ന് പറഞ്ഞു മാർക്ക് ചെയ്യുന്നു. അതിനെയും ഞാൻ ഡയമീറ്റർ AB ആയിട്ട് ജോയിൻ ചെയ്യുവാണ്. A ആയിട്ട് ജോയിൻ ചെയ്തു. പിന്നീട് Bയുമായും ജോയിൻ ചെയ്തു. ഓക്കെ, ഇപ്പോഴും ഒരു ട്രയാങ്കിൾ ഫോം ചെയ്തു. അപ്പോൾ ആംഗിൾ AQB എത്ര ഉണ്ട് നമുക്ക് മെഷർ ചെയ്ത് നോക്കാനായിട്ട് പ്രൊട്ടാക്ടർ ഞാൻ Q എന്ന് പറയുന്ന പോയിന്റിൽ ഫിക്സ് ചെയ്യുവാണ്. 0 ലൈനിൽ വയ്ക്കുന്നുണ്ട്. ഇപ്പോഴും നിങ്ങൾക്ക് വളരെ ക്ലിയർ ആണ്, ഈ QB എന്ന് പറയുന്ന ലൈൻ 90 ഡിഗ്രിയിലാണ് അല്ലേ. അപ്പോൾ ആംഗിൾ AQB എത്ര ഡിഗ്രി തന്നെയാണ്? 90 ഡിഗ്രി തന്നെയാണ്. ആംഗിൾ AQB ഈക്വൽ ടു 90 ഡിഗ്രി. മറ്റൊരു പോയിന്റ് മാർക്ക് ചെയ്ത് നോക്കിയാലോ. ഇവിടെ ഞാൻ R എന്ന് പറയുന്ന ഒരു പോയിന്റ് എടുക്കുന്നു. ആ ആറിനെയും ഡയമീറ്റർ AB ആയിട്ട് കണക്ട് ചെയ്ത് വരയ്ക്കുന്നു. Aയുമായിട്ട് ജോയിൻ ചെയ്യുന്നു. Bയുമായിട്ടും ജോയിൻ ചെയ്യുന്നു. അതിനുശേഷം ആംഗിൾ ARB എത്ര വരുന്നുണ്ടെന്ന് ചെക്ക് ചെയ്ത് നോക്കാം. അതിനായിട്ട് R എന്ന് പറയുന്ന പോയിന്റിൽ പ്രൊട്ടാക്ടർ ഫിക്സ് ചെയ്യുവാണ്. 0 ലൈനിൽ വെച്ചു. ആംഗിൾ RB എന്ന് പറയുന്ന ലൈൻ നോക്കുവാണ്. അപ്പോൾ അതും കറക്റ്റ് 90 ഡിഗ്രിയിൽ തന്നെയാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ആംഗിൾ ARBയും എത്ര ഡിഗ്രി തന്നെ ആയിരിക്കും? 90 ഡിഗ്രി തന്നെ ആയിരിക്കും. ആംഗിൾ ARB ഈക്വൽ ടു 90 ഡിഗ്രി. അതായത് എപ്പോഴും എന്തായിരിക്കും? ആംഗിൾ ഇൻ എ സെമി സർക്കിൾ ഈസ് റൈറ്റ് ആംഗിൾ. അപ്പോൾ നമ്മളിവിടെ ഇവിടെ എത്രത്തോളം പോയിന്റ് എടുത്ത് നോക്കിയാലും അവിടെ എല്ലാം ഫോം ചെയ്യുന്ന ആംഗിളും എത്ര ഡിഗ്രി തന്നെ ആയിരിക്കും? 90 ഡിഗ്രി തന്നെ ആയിരിക്കും. ഞാനിപ്പോൾ S എന്ന് പറയുന്ന ഒരു പോയിന്റ് കൊടുക്കുന്നു. ആ S Aയുമായിട്ടും Bയുമായിട്ട് ജോയിൻ ചെയ്താലും എനിക്ക് കിട്ടുന്ന ആംഗിൾ എത്ര ഡിഗ്രി തന്നെ ആയിരിക്കും? 90 ഡിഗ്രി തന്നെ ആയിരിക്കും. ഇതുപോലെ ഇവിടെ എത്ര പോയിന്റ് കണ്ടെത്തിയാലും അവിടെ എല്ലാം വരുന്ന ആംഗിൾ എപ്പോഴും 90 ഡിഗ്രി തന്നെ ആയിരിക്കും. അപ്പോൾ ഈ ഒരു പോയിന്റാണ് പറയുന്നത് ആംഗിൾ ഇൻ എ സെമി സർക്കിൾ ഈസ് റൈറ്റ് ആംഗിൾ ഓർ 90 ഡിഗ്രി. എപ്പോഴും സെമി സർക്കിളിൽ വരുന്ന ആംഗിൾ എത്ര ഡിഗ്രി ആയിരിക്കും? 90 ഡിഗ്രി ആയിരിക്കും. ഓക്കെ, 90 ഡിഗ്രിയുടെ സിമ്പിളാണിത്. അപ്പോൾ എപ്പോഴും ആംഗിൾ ഇൻ എ സെമി സർക്കിൾ ഈസ് റൈറ്റ് ആംഗിൾ. ഇനി നമുക്ക് നോക്കാം, ഇത് ഓൺ ദ സർക്കിളാണ് പറയുന്നത് അല്ലേ. സർക്കിളിൻ്റെ ഈ ഒരു സർക്കംഫറൻസിൽ വരുന്ന ഏതൊരു പോയിന്റും 90 ഡിഗ്രി ആയിരിക്കും എന്നാണ് പറയുന്നത്. അപ്പോൾ ഈ ഒരു പോയിന്റ് സർക്കിളിന് ഇൻസൈഡോ ഔട്ട്സൈഡോ വന്നാൽ എന്ത് സംഭവിക്കുന്നു നമുക്ക് നോക്കാം. ഓക്കെ, കണ്ടീഷൻ ഇതാണ്,
If a point is inside the circle, then the angle formed is greater than 90 degree. അതായത് നമ്മളിപ്പോൾ പറഞ്ഞു ആംഗിൾ ഇൻ എ സെമി സർക്കിൾ ഈസ് റൈറ്റ് ആംഗിൾ ആണ്. ഓക്കെ, ഇനി പോയിന്റ് ഈ പി എന്ന് പറയുന്ന പോയിന്റ് എവിടെ വരുന്നു? സർക്കിളിനകത്താണ് വരുന്നതെങ്കിൽ, ഇൻസൈഡ് ദ സർക്കിൾ ആണെങ്കിൽ അവിടെ ഫോം ചെയ്യുന്ന ആംഗിൾ 90 ഡിഗ്രിയേക്കാളും ഗ്രേറ്റർ ആയിരിക്കും. അങ്ങനെയാണോ എന്ന് നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം. അതിനായിട്ട് ഞാനിവിടെ ഒരു സർക്കിൾ വരയ്ക്കുന്നുണ്ട്. സർക്കിളിൻ്റെ സെൻറ്ററിന് ഞാൻ O എന്ന് പറഞ്ഞ് പേര് കൊടുക്കുന്നു. ഇവിടെയും ഒരു ഡയമീറ്റർ വരയ്ക്കുവാണ്. ഓക്കെ, ഇൻസൈഡ് ദ സർക്കിൾ. ഓക്കെ, അപ്പോൾ ഈ സർക്കിളിൻ്റെ ഇപ്പോൾ 2 സെമി സർക്കിളായിട്ട് സ്പ്ലിറ്റ് ചെയ്തതായിട്ട് നിങ്ങൾക്ക് കാണാം. ഞാൻ സർക്കിളിൻ്റെ ഇൻസൈഡ് അകത്ത് എവിടെയെങ്കിലും ഒരിടത്ത് ഒരു പോയിന്റ് മാർക്ക് ചെയ്യുന്നു. പി എന്ന് പറഞ്ഞ് പേര് കൊടുക്കുന്നു. ഡയമീറ്ററിന് AB എന്ന് പറഞ്ഞ് പേര് കൊടുക്കുന്നു. ഇനി ഞാൻ ഈ പി എന്ന് പറയുന്ന പോയിന്റിനെ ഈ ഡയമീറ്റർ AB ആയിട്ട് ജോയിൻ ചെയ്ത് വരയ്ക്കുവാണ്. A ആയിട്ട് ജോയിൻ ചെയ്തു. പിന്നീട് B ആയിട്ടും ജോയിൻ ചെയ്തു. ഓക്കെ, ഇനി ഇവിടെ വരുന്ന ആംഗിൾ എത്ര ഡിഗ്രി ഉണ്ടെന്ന് നോക്കാം. അതിനായിട്ട് ഞാൻ ഈ പ്രൊട്ടാക്ടർ പി എന്ന് പറയുന്ന പോയിന്റിൽ വയ്ക്കുവാണ്. എൻ്റെ 0 ലൈൻ ഇവിടെ ഫിക്സ് ചെയ്തു. ഇനി നമുക്ക് ഇവിടെ നോക്കാം. ഓക്കെ, ഈ ഒരു ആംഗിൾ ഇങ്ങോട്ട് നമ്മൾ 0 ലൈൻ 0യിൽ നിന്ന് കൗണ്ട് ചെയ്ത് വരുവാണ്. കൗണ്ട് ചെയ്ത് ഈ ഒരു ലൈനിൽ എത്തുമ്പോഴത്തേക്ക് 100 കഴിഞ്ഞിട്ട് 9th ലൈനിലാണ്. അതായത് 109 ഡിഗ്രി ആയിരിക്കും ഇവിടെ വരുന്ന ആംഗിൾ. ഓക്കെ, 109 ഡിഗ്രിയാണ്. അതായത് ഈ ആംഗിൾ എപ്പോഴും എന്തായിരിക്കും? 90 ഡിഗ്രിയേക്കാളും ഗ്രേറ്റർ ആയിരിക്കും അല്ലേ? അപ്പം ആംഗിൾ APB ഗ്രേറ്റർ ദാൻ 90. ഗ്രേറ്റർ ദാൻ സിമ്പിൾ, ഗ്രേറ്റർ ദാൻ 90. അപ്പോൾ എപ്പോഴും സർക്കിളിനകത്താണ് പോയിന്റ് എങ്കിൽ എന്തായിരിക്കും? ആംഗിൾ 90 ഡിഗ്രിയേക്കാളും ഗ്രേറ്റർ ആയിരിക്കും. ഓക്കെ, ഇതുപോലെ എത്ര പോയിന്റ് ഫിക്സ് ചെയ്ത് നോക്കിയാലും അതെല്ലാം എന്തായിരിക്കും? 90 ഡിഗ്രിയേക്കാളും ഗ്രേറ്റർ ആയിരിക്കും. ഓക്കെ, ഇനി നമുക്ക് ഇപ്പോൾ സർക്കിളിലെ പോയിന്റ് സർക്കിളിന് ഔട്ട്സൈഡ് വരുവാണെങ്കിൽ ആംഗിളിന് എന്ത് മാറ്റമാണ് ഉണ്ടെന്ന് നോക്കാം. സർക്കിളിന് ഔട്ട്സൈഡാണ് വരുന്നതെങ്കിൽ ആംഗിൾ ഫോംഡ് എന്ന് പറയുന്നത് 90 ഡിഗ്രിയേക്കാളും ലെസ് ആയിരിക്കും. ഓക്കെ, കണ്ടീഷൻ ഇതാണ്. ഇഫ് ദ പോയിന്റ് ഈസ് ഔട്ട്സൈഡ് ദ സർക്കിൾ ദെൻ ദ ആംഗിൾ ഫോംഡ് ഈസ് ലെസ് ദാൻ 90. ഓക്കെ, അപ്പോൾ പോയിന്റ് സർക്കിളിന് ഔട്ട്സൈഡ് ആണെങ്കിൽ എപ്പോഴും എന്തായിരിക്കും? ആ ഒരു ആംഗിൾ ഫോം ചെയ്യുന്നത് 90 ഡിഗ്രിയേക്കാളും ലെസ് ആയിരിക്കും. ചെക്ക് ചെയ്ത് നോക്കാം. അതിനായിട്ട് O സെൻറ്ററായിട്ടൊരു സർക്കിൾ വരയ്ക്കുന്നുണ്ട്. സർക്കിളിനൊരു AB എന്ന് പറഞ്ഞൊരു ഡയമീറ്റർ വരയ്ക്കുന്നു. ഞാൻ സർക്കിളിന് പുറത്തായിട്ട് ഒരു പോയിന്റ് P എന്ന് പറയുന്ന ഒരു പോയിന്റ് മാർക്ക് ചെയ്യുന്നു. ഇനി ഞാൻ P എന്ന് പറയുന്ന പോയിന്റിനെ ഡയമീറ്റർ AB ആയിട്ട് ജോയിൻ ചെയ്യാൻ പോവുകയാണ്. ആയിട്ട് ജോയിൻ ചെയ്തു. ഇവിടെ B ആയിട്ട് ജോയിൻ ചെയ്തു. ഓക്കെ, ഇപ്പോൾ ഇവിടെ ഒരു ആംഗിൾ ഫോം ചെയ്തു. നമുക്ക് ആ ഒരു ആംഗിൾ എത്ര ഉണ്ടെന്ന് മെഷർ ചെയ്യാം. അതിനായിട്ട് ഞാൻ P എന്ന് പറയുന്ന പോയിന്റിൽ പ്രൊട്ടാക്ടർ ഫിക്സ് ചെയ്യുവാണ്. 0 ലൈനിൽ വെച്ചു. ആംഗിൾ മെഷർ ചെയ്ത് നോക്കുമ്പോഴത്തേക്ക് 57 ഡിഗ്രിയാണ് ഇവിടെ ആംഗിൾ ആയിട്ട് വരുന്നത്. 50, 55, 56, 57. ഇപ്പോൾ ഇവിടെ ഫോം ചെയ്യുന്ന ആംഗിൾ എത്ര ഡിഗ്രിയാണ്? 57 ഡിഗ്രിയാണ്. 57 എന്ന് പറയുന്ന ഡിഗ്രി 90 ഡിഗ്രിയേക്കാളും ലെസ് അല്ലേ? ഓക്കെ, അപ്പോൾ ആംഗിൾ APB ലെസ് ദാൻ 90 ഡിഗ്രി ആയിരിക്കും. ഓക്കെ, അപ്പോൾ എപ്പോഴാണെങ്കിലും സർക്കിളിന് ഔട്ട്സൈഡാണ് പോയിന്റ് എങ്കിൽ ആംഗിൾ 90 ഡിഗ്രിയേക്കാളും ലെസ് ആയിരിക്കും. ഓക്കെ, ആദ്യമായിട്ട് പറയാം. നമ്മൾ പഠിച്ച ഫസ്റ്റ് പോയിന്റ് ഇതാണ്. ആംഗിൾ ഇൻ എ സെമി സർക്കിൾ ഈസ് റൈറ്റ് ആംഗിൾ. അതായത് എപ്പോഴും റൈറ്റ് ആംഗിളിൽ ഫോം ചെയ്യുന്ന സെമി സർക്കിളിൽ ഫോം ചെയ്യുന്ന ആംഗിൾ റൈറ്റ് ആംഗിൾ അഥവാ 90 ഡിഗ്രി ആയിരിക്കും. സെക്കൻഡ് പോയിന്റ് ഇതാണ്. ഇഫ് എ പോയിന്റ് ഈസ് ഇൻസൈഡ് ദ സർക്കിൾ then the angle formed is greater than 90 degree. അതായത് സർക്കിളിന് അകത്താണ് പോയിന്റ് എങ്കിൽ ആംഗിൾ 90 ഡിഗ്രിയേക്കാളും കൂടുതലായിരിക്കും. തേർഡ് പോയിന്റ്, if the point is outside the circle then the angle formed is less than 90 degree. അതായത് പോയിന്റ്
സർക്കിളിന് ഔട്ട്സൈഡ് വരുവാണെങ്കിൽ ആംഗിൾ ഫോംഡ് എന്ന് പറയുന്നത് എപ്പോഴും 90 ഡിഗ്രിയേക്കാളും ലെസ് ആയിരിക്കും. ഇതാണ് 3 പോയിൻറ്റ്സ്. ഓക്കെ.